കഴിഞ്ഞ പ്രഭാഷണത്തിൽ നമ്മൾ മരിക്കാതിരിക്കുന്ന അവസ്ഥ വരെ എത്തി. മരിക്കാതിരിക്കുന്ന അവസ്ഥ എന്ന് പറയുന്നത് ജനിക്കാതിരിക്കുന്ന അവസ്ഥയ്ക്ക് വേണ്ടിയാണ്. സെൻറ്റ് അഗസ്റ്റിൻ എന്ന് പറയുന്ന ഒരു പുരോഹിതൻ ഒരു പള്ളി പണിയാൻ തീരുമാനിച്ചു. ആ പള്ളിയുടെ മുകളിൽ മരണത്തിൻ്റെ പ്രതീകമായിട്ട് ഒരു ചിത്രം വരയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ചിത്രകാരനെ ഏർപ്പാട് ചെയ്തു. ആ ചിത്രകാരൻ ഒരു ചിത്രം വരച്ചു. അത് മുകളിൽ വയ്ക്കുന്നതിന് മുൻപ് സെൻറ്റ് അഗസ്റ്റിൻ ആ ചിത്രം ചെന്ന് നോക്കിയപ്പോൾ ഒരു കറുത്ത രൂപം, ആ കറുത്ത രൂപം കയ്യിൽ ഒരു കോടാലിയുമായിട്ട് നിൽക്കുന്ന ഒരു ചിഹ്നവും അതിനകത്ത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ സെൻറ്റ് അഗസ്റ്റിൻ ചോദിച്ചു, എന്തിനാണ് ഈ കോടാലി? അത് ആളുകളെ നശിപ്പിക്കുന്നതല്ലേ, ആളുകളെ വെട്ടിക്കൊല്ലുന്നതിന് തുല്യമാണ്. അപ്പോൾ സെൻറ്റ് അഗസ്റ്റിൻ പറഞ്ഞു, ഈ കോടാലിയല്ല ഇവിടെ വേണ്ടത്, കോടാലിക്ക് പകരം ഒരു താക്കോലാണ് അവിടെ കൊടുക്കേണ്ടത്. കാരണം മരണമെന്ന് പറയുന്നത് ഒരു പുതിയ വാതിൽ തുറക്കപ്പെടുന്നതാണ്. നമ്മളെല്ലാവരും മരിക്കാൻ സമയത്ത് പ്രാരബ്ധാനുസാരം ഓരോരോ ശരീരങ്ങളിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ മാറ്റം നമുക്ക് ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ ജീവിക്കുന്ന സമയത്ത് ഞാനെന്ന് പറയുന്നത് ഈ നാമരൂപധാരിയായ ഞാനല്ല, ഞാനിനെയും പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ ശരീരത്തിൽ ജാഗ്രത അവസ്ഥയ്ക്കും സ്വപ്നാവസ്ഥയ്ക്കും സുഷുപ്തി അവസ്ഥയ്ക്കും സാക്ഷിയായിട്ട് ഏതൊരു ചൈതന്യമാണോ സ്വയം പ്രകാശിച്ചു നിൽക്കുന്നത് എല്ലാവരിലും, വെദർ യു ആർ എ ഹിന്ദു, ആർ എ ക്രിസ്ത്യൻ, ആർ എ മുസൽമാൻ, എല്ലാവരുടെയും ഉള്ളിൽ, പട്ടി പൂച്ച സർവ്വചരാചരങ്ങളുടെയും ഉള്ളിൽ, പട്ടി ഉറങ്ങിക്കിടക്കുമ്പോഴും ആ പട്ടിയുടെ ഉള്ളിലും ആ സാക്ഷി ചൈതന്യം സാക്ഷിയായിട്ട് പ്രകാശിച്ചു നിൽക്കുന്നു. പക്ഷേ ഇതിനെ തിരിച്ചറിയാൻ മനുഷ്യർക്ക് മാത്രമേ, മനുഷ്യ ശരീരത്തിൽ വെച്ച് മാത്രമേ കഴിയുകയുള്ളൂ. നമ്മളെല്ലാം ആ മനുഷ്യ ശരീരത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. എത്രയോ പ്രാവശ്യം നമ്മൾ ഏതെല്ലാം ശരീരങ്ങളിൽ കൂടിയാണ് കടന്നു വന്നിട്ടുള്ളത്. എന്നാൽ ഇപ്പോൾ മനുഷ്യ ശരീരത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന അവസരത്തിൽ നമുക്ക് അതിനെക്കുറിച്ച് കേൾക്കാൻ ഒരവസരം കിട്ടിയിരിക്കുന്നു. കഠോപനിഷത്തിൽ പറയുന്നുണ്ട്, ശ്രവണായ ബഹുബിർ യോ ന ലഭ്യ. കേൾക്കാൻ പോലും കിട്ടുകയില്ല അവസരം. എത്രയോ പ്രാവശ്യം നാം മനുഷ്യ ശരീരത്തിൽ ജീവിച്ചിട്ടുണ്ട്, നമുക്ക് കേൾക്കാൻ അവസരം കിട്ടിയിട്ടില്ല. കേൾക്കാൻ അവസരം കിട്ടിയിട്ടുണ്ടെങ്കിലും നാം അതിലേക്ക് ഉണർന്നിട്ടില്ല. ഇപ്പോഴും നാം അതിനെക്കുറിച്ച് കേൾക്കുന്നു, അതിലേക്ക് ഉണരുന്നില്ല എങ്കിൽ എന്താ ഫലം? വീണ്ടും മരിക്കുക, ജനിക്കുക, മരിക്കുക, ജനിക്കുക തുടർന്നുകൊണ്ടേയിരിക്കും. ആ തുടർച്ച ഒഴിവാക്കണമെങ്കിൽ ഈ മനുഷ്യ ശരീരത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന അവസരത്തിൽ നിങ്ങൾ പുരുഷനായാലും സ്ത്രീ ആയാലും ഹിന്ദു ആയാലും ക്രിസ്ത്യാനി ആയാലും മുസൽമാനായാലും ഏത് ജാതിയിൽപ്പെട്ടവനായാലും ഏത് മതത്തിൽപ്പെട്ടവനായാലും തിരിച്ചറിയുക, ഞാനെന്ന് പറയുന്നത് ഈ ശരീരത്തിലെ അഭിമാനിയായ നാമരൂപധാരി അല്ല, പിന്നെയോ ഈ ശരീരത്തിലെ ജാഗ്രത അവസ്ഥയ്ക്കും സ്വപ്നാവസ്ഥയ്ക്കും സുഷുപ്തി അവസ്ഥയ്ക്കും സാക്ഷിയായിട്ട് ഈ ശരീരത്തിൽ സ്വയം പ്രകാശിച്ചു നിൽക്കുന്ന ആ പരമാത്മ ചൈതന്യം, ആ ഈശ്വര ചൈതന്യം, അതാണ് എൻ്റെ യഥാർത്ഥ സ്വരൂപം. എന്നിലെ യഥാർത്ഥ ഞാൻ എന്ന് പറഞ്ഞാൽ എന്നിലെ താൻ. ഞാനും താനും ഈ ശരീരത്തിലുണ്ട്. ജാഗ്രത അവസ്ഥയിൽ അഭിമാനിയായിരിക്കുന്നവൻ ഞാൻ. ആ അഭിമാനിയെയും കണ്ടുകൊണ്ട് സാക്ഷിഭാവത്തിലിരിക്കുന്നവൻ തന്നിലെ താൻ, യഥാർത്ഥ ഞാൻ. ജാഗ്രത അവസ്ഥയിലും ഈ ഞാനും താനുമുണ്ട്. അതാണ് ഉപനിഷത്തുകൾ പറയുന്നത്. ശ്വേതാശ്വതരോപനിഷത്തിലൊക്കെ പറയുന്നത്, ദ്വാ സുവർണ സയുജ സഖായ സമാനം വൃക്ഷം പരിഷസ്വജാതേ. ഈ ശരീരമാകുന്ന വൃക്ഷത്തിൽ രണ്ട് പക്ഷികൾ, ഒന്ന് ഞാൻ, ഒന്ന് താൻ. ഞാൻ ജീവനാകുന്ന പക്ഷി, താൻ ഈശ്വരനാകുന്ന പക്ഷി. ഒന്ന്
അവിദ്യോപഹിത ചൈതന്യം ഞാൻ, താൻ ഈശ്വര ചൈതന്യം, മായോപഹിത ചൈതന്യം, ഉപാധിരഹിത ചൈതന്യം ബ്രഹ്മം. അതാണ് തൻ്റെ യഥാർത്ഥ സ്വരൂപം എന്ന് തിരിച്ചറിഞ്ഞ് ഈ ജാഗ്രത അവസ്ഥയിൽ നാമരൂപധാരിയായ ഞാനല്ല എന്നിലെ യഥാർത്ഥ ഞാൻ എന്ന് മനസ്സിലാക്കി ബോധിച്ച് പിന്നെ ആരാ ഞാൻ, അതാണ് തിരിച്ചറിയേണ്ടത്. ഈ നാമരൂപധാരിയായ ഞാനല്ലെങ്കിൽ പിന്നെ ഞാൻ ആരാണ്? ഈ ജാഗ്രത അവസ്ഥയിലും എന്നിൽ, ഈ ജാഗ്രത അവസ്ഥയ്ക്കും സാക്ഷിയായിട്ട് എന്നിൽ സ്വയം പ്രകാശിച്ചു നിൽക്കുന്ന നാമരൂപരഹിതമായ ആ ചൈതന്യം, അതിനെ കാണാതെ കാണണം. വൈദ്യുതിയെ കാണാതെ കാണുന്നില്ലേ? ബൾബ് പ്രകാശിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ആ ബൾബിൻ്റെ പ്രകാശത്തെ കാണുന്നു, പക്ഷേ തിരിച്ചറിവിലൂടെ അതിനകത്ത് വൈദ്യുതി ഉണ്ട്. ആ വൈദ്യുതി ഉള്ളത് കൊണ്ടാണ് ബൾബ് പ്രകാശിക്കുന്നത്. അപ്പോൾ കറണ്ട് ഉണ്ട്. ആ കറണ്ടിനെ കാണാതെ ആ പ്രകാശം കണ്ടുകൊണ്ട് ആ കാഴ്ചയിലൂടെ നാം അനുമാനിക്കുന്നു വൈദ്യുതി ഉണ്ട്. കറണ്ടിനെ കാണാതെ നമ്മൾ പറയുന്നു കറണ്ട് വന്നു, കറണ്ട് പോയി എന്നൊക്കെ പറയുന്നത് അനുമാനത്തിലൂടെയാണ്. അതുപോലെ ഈ ജാഗ്രത അവസ്ഥയിലും എല്ലാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഞാനിനും സാക്ഷിയായിട്ട് ഈ ശരീരത്തിൽ സ്വയം പ്രകാശിച്ചു നിൽക്കുന്ന എന്നിലെ യഥാർത്ഥ ഞാൻ, എന്നിലെ താൻ, ഈശ്വര ചൈതന്യം, അതാണ് ഈശ്വരൻ. എവിടെ ഈശ്വരൻ? ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേ അർജുന തിഷ്ഠതി. ഈശ്വരൻ എല്ലാവരുടെയും ഹൃദയത്തിൽ കുടികൊള്ളുന്നു. ജാതി മത പരിഗണനകളൊന്നും ആധ്യാത്മികതയിലില്ല. ഏതൊരാളാണോ ഇതിനെ തിരിച്ചറിഞ്ഞ് ഞാൻ ഇതല്ല, ഇതിനകത്തിരിക്കുന്ന അത്, അതാണ് സാമവേദം പറയുന്നത്, ശാന്തോഗ്യോപനിഷത്ത് പറയുന്നു. എന്താ? തത് ത്വമസി, നീ അതാവുന്നു. ഏത്? ഓരോരുത്തരുടെയും ഉള്ളിലിരിക്കുന്ന ആ സാക്ഷി ചൈതന്യം, അതാണ് എൻ്റെ യഥാർത്ഥ സ്വരൂപം എന്ന് ജാഗ്രത അവസ്ഥയിൽ ബോധിച്ച് സ്വയം ഉറപ്പിച്ച് സ്വയം പ്രഖ്യാപിക്കണം. യെസ്, ഞാൻ ഇതല്ല, ഇതിനകത്തിരിക്കുന്ന അത്. മനസ്സിലാക്കിയിട്ടാണോ പറയുന്നത്? അതെ. ഞാൻ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുമ്പോഴും ആ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന ശരീരാഭിമാനിയായ തൈജസനും സാക്ഷിയായിട്ടിരിക്കുന്ന ആ ചൈതന്യം എൻ്റെ ശരീരത്തിലുണ്ട്. അവനെ ഞാൻ കാണാതെ കാണുന്നു. കാണണം. ജാഗ്രത അവസ്ഥയിലെ ശരീരാഭിമാനിയായ വിശ്വനും സാക്ഷിയായിട്ട് ഈ ശരീരത്തിൽ ഇരിക്കുന്നവനെ ഞാൻ കാണാതെ കാണുന്നു. അവനില്ലെങ്കിൽ ഈ വിശ്വനില്ല. ശവം. ആ സാക്ഷി ചൈതന്യം ആരാ? ശിവം. ആ സാക്ഷി ചൈതന്യം ശിവം, മംഗളസ്വരൂപം. അതുള്ളത് കൊണ്ടാണ് ഈ ശരീരം ശവമാകാതിരിക്കുന്നത്. അപ്പോൾ എൻ്റെ യഥാർത്ഥ സ്വരൂപമെന്ന് പറയുന്നത് ആ മംഗളസ്വരൂപം, ശിവം ശിവം ശിവം. അതുകൊണ്ട് ആ ഓർമ്മ നിലനിർത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ സ്വാഭാവികമായ നിലയിൽ ഈ കേൾക്കുന്ന അറിവിലൂടെ നിങ്ങൾക്ക് ആ ബോധം നിലനിർത്താൻ കഴിയുന്നില്ലെങ്കിൽ ഈ മന്ത്രം ചൊല്ലി ആ ബോധത്തെ നിലനിർത്തിക്കൊണ്ടിരിക്കണം. ശിവോഹം 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 ശിവോഹം. ശിവം എന്ന് പറയുമ്പോൾ ആ മംഗളസ്വരൂപം, ആ സാക്ഷി സ്വരൂപം, അതാണ് എന്നിലെ യഥാർത്ഥ ഞാൻ എന്ന് ഉറപ്പ്, ആ സ്മരണ, ആ ഭാവം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് ആ മന്ത്രം സദാ ചൊല്ലിക്കൊണ്ട് സർവകർമ്മങ്ങളിലും വ്യാപരിക്കണം. ഒന്നിൽ നിന്നും ഒഴിയണ്ട. ലൗകിക ജീവിതത്തിൽ മരണപര്യന്തം ഏതെല്ലാം തരത്തിലാണോ ഓരോരുത്തരും കെട്ടുപെട്ടിരിക്കുന്നത്, ഇടപെട്ടിരിക്കുന്നത്, ബന്ധപ്പെട്ടിരിക്കുന്നത്, ആ ഭാവത്തിൽ തന്നെ തുടർന്നു കൊള്ളണം. അപ്പോഴെല്ലാം ഈ ഭാവത്തിൽ തുടർന്നുകൊണ്ടിരിക്കുന്ന ജാഗ്രതഭിമാനിയായ വിശ്വനല്ല ഞാൻ എന്ന ഓർമ്മ നിങ്ങളുടെ ഉള്ളിൽ സദാ ഉണ്ടായിരിക്കണം.
വലിയ വീടുകളിൽ ജോലിക്ക് നിൽക്കുന്ന സ്ത്രീ, ആ സ്ത്രീ പ്രസവിച്ച് 1 മാസമേ ആയിട്ടുള്ളൂ, എങ്കിലും അന്യ വീട്ടിൽ ജോലി ചെയ്യാൻ പോകുന്നു. അവിടെയും ഒരു ചെറിയ കുഞ്ഞുണ്ട്. ആ കുഞ്ഞിനെ ലാളിക്കുമ്പോൾ ആ അമ്മ തൻ്റെ കുഞ്ഞിനെ എപ്പോഴും മനസ്സിൽ ഓർത്തുകൊണ്ടിരിക്കുന്നത് പോലെ നിങ്ങൾ സർവകർമ്മങ്ങളിലും വ്യാപരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്ന ഞാനല്ല എന്നിലെ യഥാർത്ഥ ഞാൻ, ആ ഞാനിനെയും പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ ജാഗ്രത അവസ്ഥയിൽ ഈ ശരീരത്തിൽ സാക്ഷി ചൈതന്യമായിട്ട് പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന ആ ദിവ്യസ്വരൂപം, സാക്ഷി ചൈതന്യം, അതാണ് എന്നിലെ യഥാർത്ഥ ഞാൻ എന്ന് പറഞ്ഞാൽ, എന്നിലെ താൻ എന്ന് പറഞ്ഞാൽ ഈശ്വര ചൈതന്യം. അപ്പോൾ ഞാൻ ആരാവുന്നു? ഈശ്വരൻ തന്നെ. ദേഹോ ദേവാലയ പ്രോക്തോ ജീവോ ദേവ സദാശിവ. ഈ ജീവൻ ഈശ്വരൻ തന്നെയാകുന്നു. യാതൊരു സംശയവും ആ കാര്യത്തിലില്ല. സ്കന്ദോപനിഷത്ത് പറയുന്നു, ദേഹോ ദേവാലയ പ്രോക്തോ. ഈ ശരീരം ദേവാലയം. എന്തുകൊണ്ടാണ് ദേവാലയം ആകുന്നത്? ദേവൻ ഇരിക്കുന്നു. ആരാ ദേവൻ? സാക്ഷി ചൈതന്യം. എന്നിലെ സാക്ഷി ചൈതന്യം, എന്നിലെ ഞാൻ തന്നെ, എന്നിലെ യഥാർത്ഥ ഞാൻ, എന്നിലെ താൻ, ആ ഈശ്വര ചൈതന്യം, അതുതന്നെയാണ് ബ്രഹ്മം. ഉപാധിയിൽ നിന്ന് മാറിയാൽ, ഉപാധി സഹിതനായിരിക്കുമ്പോൾ ഈശ്വരൻ എന്ന് പറയുന്നു. അത് മായോപാധി, മായയാകുന്ന ഉപാധിയുമായിട്ട് ചേർന്നിരിക്കുമ്പോൾ ഈശ്വരൻ എന്ന് പറയുന്നു. അവിദ്യയാകുന്ന ഉപാധിയുമായിട്ട് ചേർന്നിരിക്കുമ്പോൾ ജീവൻ എന്ന് പറയുന്നു. ഈ 2 ഭാവത്തിലിരിക്കുമ്പോഴും അത് ബ്രഹ്മം തന്നെയാകും. എപ്പോൾ? ഉപാധി നീങ്ങിക്കഴിഞ്ഞാൽ. നിരുപാധിക ഭാവത്തിൽ ബ്രഹ്മം തന്നെയാകും. ഈ അറിവിലേക്ക് ഉണർന്നു കഴിഞ്ഞാൽ അവൻ എന്താ പറയുന്നത്? അഹം ബ്രഹ്മാസ്മി, ഞാൻ ബ്രഹ്മമാകുന്നു. ബൃഹദാരണ്യകോപനിഷത്ത്. യജുർവേദം അഹം ബ്രഹ്മാസ്മി. സാമവേദം പറയുന്നത് എന്താണ്? തത് ത്വമസി, നീ അതാകുന്നു. ഏത്? നിൻ്റെ ഉള്ളിലിരിക്കുന്ന അത്, തന്നിലെ താൻ. നമ്മളതിനെക്കുറിച്ചാണ് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ശരീരത്തിൽ നിന്ന് വിട പറയുന്നതിന് മുൻപ് ഏത് സമയത്ത് വേണമെങ്കിലും വിട പറയാം. അത് സ്വാമി ആയാലും ശരി, ആസാമി ആയാലും ശരി, രാജാവായാലും ശരി, പ്രജയായാലും ശരി, മന്ത്രി ആയാലും ശരി, പണക്കാരനായാലും ശരി, പാവപ്പെട്ടവനായാലും ശരി, അതൊക്കെ അലാം ക്ലോക്കിൽ അല്ലെങ്കിൽ ടൈം പീസിൽ കീ കൊടുത്തിരിക്കുന്നത് പോലെ, അലാമിന് കീ കൊടുത്തിരിക്കുന്നത് പോലെ, 5 മണിക്ക് അലാം കീ കൊടുത്തിട്ടുണ്ടെങ്കിൽ 5 മണിയാകുമ്പോൾ അടിച്ചിരിക്കും. അതുപോലെ നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലും കീ കൊടുത്തു വിട്ടിരിക്കുകയാണ്. കൃത്യസമയമാകുമ്പോൾ വെടിതീരും. കഴിഞ്ഞ ദിവസം കണ്ടില്ലേ, ഭരതനൂര് ഒരു സ്കൂളിലെ അധ്യാപകൻ പെൻഷൻ പറ്റി പിരിയുന്ന സമയം ഹാളിൽ വെച്ച് യാത്രയയപ്പ് നൽകി. അദ്ദേഹം സംസാരിക്കാൻ വിട പറയുന്ന സമയത്ത് വിടവാങ്ങൽ പ്രസംഗം നടത്തി. വിടവാങ്ങൽ പ്രസംഗം നടത്തി കഴിഞ്ഞ് കസേരയിൽ വന്നിരിക്കുന്നു, മറിഞ്ഞു വീഴുന്നു, മരിക്കുന്നു. കൃത്യസമയം. നമ്മുടെയും എല്ലാവരുടെയും അവസ്ഥയാണ്. മനുഷ്യരുടെ മാത്രമല്ല, പക്ഷിമൃഗാദികളുടെയും വൃക്ഷലതാദികളുടെയും ഒക്കെ അവസ്ഥ കണ്ടിട്ടില്ലേ? കാക്ക പറന്നു വരുന്നതിനിടയ്ക്ക് വൈദ്യുതി കമ്പിയിൽ കുടുങ്ങി ചടപടാന്ന് നടക്കുന്നതാണ്. തീർന്നു. റോഡിൽ കൂടി നടക്കുന്ന പട്ടി ഒരൊച്ച മാത്രം കേട്ടു വണ്ടിയുടെ അടിയിൽ. മനുഷ്യരും അതുപോലെ തന്നെ. എപ്പോഴാണോ ആ സമയം തീരുന്നത്, ആ സമയത്ത് തീർന്നിരിക്കും. നമ്മളെല്ലാം ഇപ്പോൾ തീരാതെ ഇരിക്കുകയാണ്. തീരാൻ വേണ്ടിയുള്ള പോയിന്റിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും. ആരെയും ഒഴിവാക്കുന്നില്ല. ആ സമയം മാത്രം നമുക്കറിഞ്ഞൂടാ. ആ സമയമാകുമ്പോൾ കൃത്യമായിട്ടും അത് സംഭവിച്ചിരിക്കും. അതിനു മുൻപ് ഇവിടെ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ കാര്യത്തെക്കുറിച്ച് ബോധവാനായി ഞാനെന്ന് പറയുന്നത്
ഈ നാമരൂപധാരിയായ കുട്ടപ്പനോ ഗോപാലകൃഷ്ണനോ വസുമതിയോ ഔസേപ്പോ ബഷീറോ സാവിത്രിയോ ഒന്നുമല്ല. ആ വസുമതിയെയും സാവിത്രിയെയും ഗോവിന്ദനെയും ഒക്കെ പ്രകാശിച്ചുകൊണ്ട് ഈ ശരീരത്തിലിരിക്കുന്ന നാമരൂപരഹിതമായ ആ സാക്ഷി ചൈതന്യം, അതാണ് എൻ്റെ യഥാർത്ഥ സ്വരൂപം എന്ന് ബോധിച്ച് ആ ബോധനിലയിൽ സദാ തൻ്റെ ശ്രദ്ധയെ നിലനിർത്താൻ ആർക്ക് കഴിയുന്നുവോ അവനാണ് ആധ്യാത്മികത ഉള്ളവൻ. ദറ്റ് ഈസ് സ്പിരിച്വാലിറ്റി. അല്ലാതെ കാഷായ വസ്ത്രം ഇട്ടാലൊന്നും സ്പിരിച്വാലിറ്റി കിട്ടുകയില്ല. രുദ്രാക്ഷമിട്ടെന്നോ താടി വളർത്തിയെന്നോ സ്വാമിയുടെ വേഷമണിഞ്ഞത് കൊണ്ടോ സ്വാമിയുടെ നാമധാരിയായിട്ട് നടക്കുന്നത് കൊണ്ടോ ഒന്നും ആധ്യാത്മികത കിട്ടുകയില്ല. എവിടുന്ന ആധ്യാത്മികത കിട്ടുന്നത്? ഈ കേട്ട കാര്യം ഏതൊരാളുടെ മനസ്സിലാണോ തറച്ച് അതിനെ തന്നിൽ നിലനിർത്തുന്നത്, ആ ഭാവത്തിലേക്ക് ആരാണോ തൻ്റെ ശ്രദ്ധയെ ഉദ്ധരിപ്പിക്കുന്നത്, ശ്രദ്ധാവാൻ ബലവാൻ ഭവതി. ഉദ്ധരേത് ആത്മനാത്മാനം. ഭഗവത്ഗീത ആവശ്യപ്പെടുന്നതാണ്. എവിടെ നിന്നാണ് ഉദ്ധരിപ്പിക്കേണ്ടത്? തന്നിലെ ഞാനിൽ നിന്ന് തന്നിൽ തന്നെയുള്ള താനിലേക്ക് നിങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയെ ഉറപ്പിക്കണം. അതിനുവേണ്ടിയാണ് ഈ ശ്രവണം നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്, ശ്രവിക്കുന്നത്. ആ കാര്യമാണ്. കേട്ടാൽ മാത്രം പോരാ, അത് നിങ്ങളുടെ ഉള്ളിലേക്ക് പാഞ്ഞു കയറണം, ഇടിച്ച് കയറണം. അതിന് നിങ്ങളുടെയും കൂടെ കൃപ വേണം. അതാണ് ആത്മകൃപ. ഈശ്വരകൃപ മാത്രമുണ്ടായാൽ പറ്റുകയില്ല, ആത്മകൃപയും വേണം. എന്താ ആത്മകൃപ? എനിക്ക് ആ നിലയിലേക്ക് ഉയരണം എന്ന ആഗ്രഹത്തോടു കൂടി ആരാണോ തൻ്റെ ശ്രദ്ധയെ 24 മണിക്കൂറും ആ ഭാവത്തിലേക്ക് ഉയർത്തി നിർത്തുന്നത്, അതിന് അവനവൻ തന്നെ ശ്രമിക്കണം. നിങ്ങൾക്ക് ഗുരുമുഖത്തു നിന്ന് കേൾക്കാൻ സാധിക്കും, സത്സംഗത്തിലൂടെ നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും, സ്വാധ്യായത്തിലൂടെ അത് ഉൾക്കൊള്ളാൻ സാധിക്കും. പക്ഷേ അത് പ്രായോഗികമായ നിലയിൽ നമ്മിൽ പ്രവർത്തനക്ഷമമാകണമെങ്കിൽ നമ്മുടെ കൂടെ സേവനം, ഒത്തുഴപ്പ് അത്യാവശ്യമാണ്. താൻ അതിനുവേണ്ടി സന്നദ്ധനാകണം. ശരിയാണ്, ഞാൻ ഇതല്ല ഇതിനകത്തിരിക്കുന്നത്. ആ ഭാവം തൻ്റെ മനസ്സിൽ സദാ നിർത്തുന്നതിന് വേണ്ടി ആ മന്ത്രം ശിവോഹം ശിവോഹം ശിവോഹം, അല്ലെങ്കിൽ സോഹം. സോഹം എന്ന് പറഞ്ഞാൽ എന്താണ്? സഹ അഹം, അവൻ ഞാനാകുന്നു. ആ നാമരൂപരഹിതമായ അവൻ, ആ സാക്ഷി ചൈതന്യം, ആ ഈശ്വര ചൈതന്യം. ഇവിടെ ഈശ്വരൻ ഒരു പേരും നമ്മൾ കൊടുക്കുന്നില്ല. ഈശ്വരൻ സൃഷ്ടികർത്താവാണെങ്കിലും അദ്ദേഹം ഒരു കർമ്മത്തിലും വ്യാപിക്കുന്നില്ല. ഈശ്വരൻ സൃഷ്ടികർത്താവാണ്. ഇതെല്ലാം സൃഷ്ടിച്ചിരിക്കുന്നത് ഈശ്വരനാണെങ്കിലും ഈശ്വരൻ ഒന്നിൻ്റെയും കർത്താവല്ല. അതെങ്ങനെ? സൃഷ്ടിച്ചിരിക്കുന്ന ആളല്ലേ കർത്താവ്? അല്ല. എന്തുകൊണ്ടാണ് അല്ലാത്തത്? അദ്ദേഹം ഞാനിൽ നിൽക്കുന്നില്ല. ഈശ്വരൻ തന്നിലെ ഞാനിൽ നിൽക്കുന്നില്ല. എവിടെ ഈശ്വരൻ നിൽക്കുന്നത്? തന്നിലെ താനായിട്ട്. ആ സൃഷ്ടികർത്താവും തന്നിലെ താനായിട്ട് നിൽക്കുന്നു. ഞാൻ ഭാവത്തിലാണ് കർത്തൃത്വഭാവം ഉള്ളത്. അതുപോലെ നിങ്ങൾക്കും കർമ്മം ചെയ്യുന്ന അവസരത്തിൽ, അതാണ് ഭഗവത്ഗീതയിൽ പറയുന്നത്, കർമ്മണോ ഹ്യപി ബോദ്ധവ്യം ബോദ്ധവ്യം ച വികർമ്മണഃ അകർമ്മണസ്യ ബോദ്ധവ്യം ഗഹന കർമ്മണോ ഗതി. കർമ്മത്തിൻ്റെ ഗതി വളരെ ഗഹനമാണ്, ആഴമുള്ളതാണ്, മനസ്സിലാക്കാൻ പ്രയാസമായിട്ടുള്ളതാണ്. എന്താ? കർമ്മം ചെയ്യുന്നവനല്ല എന്നാണ് ഇവിടെ പറയുന്നത്. എങ്ങനെയാണ് അത് ശരിയാകുന്നത്? ഞാൻ ഭാവത്തിൽ നിന്ന് കർമ്മം ചെയ്യുന്നവനാണ് കർത്താവാകുന്നത്. നിങ്ങൾ ഞാൻ ഭാവത്തിൽ നിന്ന് നിങ്ങളെ
നിങ്ങളിലെ താൻ ഭാവത്തിലേക്ക് ഉയർത്തി അതിൽ പ്രതിഷ്ഠ നേടിയിട്ടുണ്ടെങ്കിൽ, അതിൽ സ്ഥിതി നേടിയിട്ടുണ്ടെങ്കിൽ, നിങ്ങളും കർമ്മം ചെയ്താൽ ആ കർമ്മത്തിൻ്റെ കർത്താവാകുന്നില്ല. ആ കർമ്മത്തിൻ്റെ കർത്താവാകാത്തത് കൊണ്ട് ആ കർമ്മത്തിൻ്റെ ഫലം നിങ്ങളിലേക്ക് വന്നു ചേരുന്നുമില്ല. കർമ്മത്തിൻ്റെ ഫലം ആരിലാ വന്നു ചേരുന്നത്? കർത്താവിൽ. കർത്താവ് ആരാണ്? തന്നിലെ ഞാൻ. ഈ അറിവിലേക്ക് ഉണർന്നവൻ തന്നിലെ ഞാനിൽ നിന്ന് മാറ്റി തന്നിലെ താനിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. അപ്പോഴും അവനിലെ ഞാൻ കർമ്മത്തിൽ നിരന്തരം വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആ കർമ്മത്തിൻ്റെ ഫലം അയാളിലെ ഞാനിൽ വന്നെത്തുമ്പോൾ അവിടെ ഞാൻ ഇല്ല. അതുകൊണ്ട് അതെവിടെ പോവും? ഈ അഡ്രസ്സില്ലാത്ത കത്തുകൾ ഡെഡ് ലെറ്റർ ഓഫീസിലേക്ക് പോകുന്നത് പോലെ അത് ഇല്ലാതായിത്തീരുന്നു. ചെന്ന് ചേരുന്ന സ്ഥലത്ത് അത് സ്വീകരിക്കാനായിട്ട് ആളില്ല. ആ ആൾ അവിടെ പോയി ഞാൻ ഭാവത്തിൽ നിന്ന് അയാൾ തന്നെ താൻ ഭാവത്തിലേക്ക് ആ ശരീരത്തിൽ തന്നെ ഉദ്ധരിപ്പിച്ച് നിർത്തിയിരിക്കുന്നു. ഈ നിലയിലേക്കാണ് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളെ ഉദ്ധരിപ്പിക്കേണ്ടത്. മനുഷ്യ ശരീരത്തിൽ നിന്ന് ജീവിച്ച് വിട പറയുന്നതിന് മുൻപ്, മരിക്കുന്നതിന് മുൻപ് മരണം അടുത്തെത്തിക്കഴിഞ്ഞു. എല്ലാവരുടെയും, ഈ പറയുന്ന സ്വാമി ഉൾപ്പെടെ സർവ്വ ആളുകളുടെയും തൊട്ടടുത്ത് മരണമുണ്ട്. ആ മരണം പിടികൂടാതിരിക്കണമെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങളിലെ ഞാൻ ഭാവത്തിൽ നിന്ന് മാറ്റി, അത് ഭാവം കൊണ്ട് മാറ്റാം. യദ്ഭാവോ തദ്ഭവതു. ഈ കേൾക്കുന്നതിലൂടെ ആ ഭാവനയിലേക്ക് നിങ്ങളെ ഉദ്ധരിപ്പിക്കണം. ശരിയാണ്, ഈ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്ന വാസുമതിയോ കുട്ടപ്പനോ ഒന്നും ഞാനല്ല, അല്ലേ? ഓഷോയുടെ ഉദാഹരണം ഞാൻ പറഞ്ഞത് അറിയാം നിങ്ങൾക്ക്. കോളേജിലെ പ്രൊഫസർ ഭഗവാൻ രജനീഷ് എന്ന് അദ്ദേഹത്തെ വിളിക്കുന്നു. കുറേ ചെറുപ്പക്കാർ അദ്ദേഹത്തോട് വന്ന് പറഞ്ഞു, അങ്ങ് കോളേജിലെ പ്രൊഫസറല്ലേ, അങ്ങയുടെ മുഖത്ത് നോക്കി ഭഗവാൻ രജനീഷ് എന്ന് വിളിക്കുമ്പോൾ അങ്ങ് എന്താ അതിന് എതിരായിട്ട് സംസാരിക്കാത്തത്? അങ്ങ് ഭഗവാൻ അല്ലെന്ന് പറഞ്ഞുകൂടെ? അല്ലെങ്കിൽ എന്നെ അങ്ങനെ വിളിക്കരുത് എന്ന് പറഞ്ഞുകൂടെ? അപ്പോൾ അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങളെന്താ പറഞ്ഞത്? ഭഗവാൻ രജനീഷ് അല്ലേ? 2 പദങ്ങൾ നിങ്ങൾ പ്രയോഗിച്ചു. ഭഗവാൻ രജനീഷ്. രജനീഷ് എന്ന് പറയുന്നത് എൻ്റെ പിതാവ് മാതാവും കൂടെ ചേർന്ന് എനിക്കിട്ട പേരാണ്. ആ രജനീഷ് എന്ന പേരിന് പകരം കുട്ടപ്പൻ എന്നാണ് ഇട്ടിരുന്നെങ്കിൽ ഞാനിപ്പോൾ കുട്ടപ്പനായിട്ടല്ലേ ഇരിക്കൂ. അതിന് വല്ല സംശയമുണ്ടോ? ആ ചെറുപ്പക്കാരോട് രജനീഷ് അവിടെ ഇരുന്ന് ചോദിച്ചതാണ്. വേലായുധൻ എന്നാണ് പേരിട്ടിരുന്നത് എങ്കിൽ ഞാനിപ്പോൾ വേലായുധനായിട്ടല്ലേ ഇരിക്കൂ. അതിൽ നിങ്ങൾക്ക് വല്ല സംശയമുണ്ടോ? അതില്ല. അപ്പോൾ ഈ നാമം അസത്യമാണ്. ഈ നാമം സത്യമല്ല, മാറാവുന്നതാണ്, മാറ്റാവുന്നതാണ്. അപ്പോൾ ഭഗവാൻ രജനീഷ് എന്ന് പറയുന്നതിൽ രജനീഷ് എന്നുള്ള നാമം അസത്യമാണ്. പിന്നെ നിങ്ങൾ പറഞ്ഞ മറ്റൊരു പദം ഭഗവാൻ. ഞാൻ എന്ന് പറയുന്നത് ഈ രജനീഷല്ല, അത് വെറും നാമം. എനിക്കിട്ടിരിക്കുന്ന നാമം. വേറെ നാമം ഇട്ടിരുന്നെങ്കിൽ ഞാൻ അതായേനെ. അതുകൊണ്ട് അത് അസത്യമാണ്. പക്ഷേ അതിനു മുൻപ് നിങ്ങൾ പറഞ്ഞ ആ ഭഗവത് ശബ്ദം, അതാണ് എൻ്റെ യഥാർത്ഥ സ്വരൂപം. എന്നിലെ താൻ എന്ന് ഞാൻ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഐ ആം നത്തിങ് ബട്ട് ദാറ്റ് ഭഗവാൻ. അതിനെ ഞാൻ എങ്ങനെ മാറ്റിക്കളയുന്നത്? എന്നിൽ സത്യമായിട്ടുള്ളത് അതുമാത്രമാണ്. നിന്നിലും സത്യമായിട്ടുള്ളത് അതുമാത്രമാണ്. അവരോട് പറഞ്ഞു, നിങ്ങളിലും സത്യമായിട്ടുള്ളത് അതുമാത്രമാണ്, എന്നിലും സത്യമായിട്ടുള്ളത് അതുമാത്രമാണ്. അതിനെ ഞാൻ എങ്ങനെ ഒഴിവാക്കുന്നത് എന്ന് അവരോട് ചോദിച്ചു. അപ്പോഴാണ് അവർക്ക് കാര്യം മനസ്സിലാകുന്നത്.
അതുപോലെ നിങ്ങളും ഓരോരുത്തരും ഭഗവത് സ്വരൂപം തന്നെയാകുന്നു. നോ ഡൗട്ട്. എപ്പോഴാണോ നിങ്ങൾ നിങ്ങളിലെ താൻ ഭാവത്തിലേക്ക് ഉദ്ധരിപ്പിക്കുന്നത്, അതിന് ഒരു ശ്രമവും ആവശ്യമില്ല. സ്വാമി ഇന്ന് രാത്രിയിൽ ഉദ്ധരിപ്പിക്കണം, ഇത് കിളയ്ക്കാൻ പോകണം, ജോലിയൊക്കെ തീർത്തിട്ട് ഉദ്ധരിപ്പിക്കണം. അങ്ങനെയൊന്നും ഉദ്ധരിപ്പിക്കാൻ കഴിയില്ല. ആ ഭാവത്തിലേക്ക്, ആ ഭാവം നിങ്ങൾ സ്വായത്തമാക്കണം. കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ യെസ് സ്വാമി മനസ്സിലായി, ഐ എം ദാറ്റ്, ഇതല്ല ഞാൻ, ഇതിനകത്തിരിക്കുന്ന അത് എന്ന് പറയാനുള്ള തൻ്റെ ഇടം നിങ്ങൾക്കുണ്ടാകണം. ആ തൻ്റെ ഇടം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ഉൾക്കൊള്ളലിലൂടെ. നിങ്ങൾ കേൾക്കുന്നതിലൂടെ എങ്ങനെയാണോ ഉൾക്കൊള്ളുന്നത്, അതിനനുസരിച്ചാണ് ആ പ്രഖ്യാപനം നിങ്ങളിൽ നിന്ന് ഉണ്ടാകുന്നത്. ഐ എം ദാറ്റ്. നിസർഗത്തിൻ്റെ വിശിഷ്ടമായ പുസ്തകമാണ് ഐ എം ദാറ്റ്. ഞാൻ അതാവുന്നു. നിങ്ങളെല്ലാം അതാവുന്നു. ആ അറിവിലേക്ക് നിങ്ങൾ ഇന്നു തന്നെ, ഇപ്പോൾ തന്നെ നിങ്ങളെ ഉദ്ധരിപ്പിക്കുകയാണെങ്കിൽ, ഉയർത്തുകയാണെങ്കിൽ, അതിനെന്താ, അത് ഉണ്ടാക്കിയെടുക്കേണ്ടതല്ലല്ലോ. എവിടുന്നെങ്കിലും ആരുടെ കയ്യിൽ നിന്നെങ്കിലും വാങ്ങേണ്ടതായിട്ടുള്ളതല്ലല്ലോ. നിങ്ങളുടെ ഉള്ളിലുണ്ടായിട്ടും നിങ്ങൾ അറിയാതിരിക്കുന്നു, അത്രയേ ഉള്ളൂ. നിങ്ങളുടെ ഉള്ളിലുണ്ടായിട്ടും നിങ്ങളുടെ യഥാർത്ഥ സ്വരൂപം ഇന്നതാണെന്ന് നിങ്ങൾ അറിയാതിരിക്കുന്നു, മറന്നുപോയിരിക്കുന്നു. ഇപ്പം സത്സംഗത്തിലൂടെ അതിനെ ഓർമ്മിപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത്. യു ആർ ദാറ്റ്. അതിനെക്കുറിച്ച് ബോധവാനാകാൻ കഴിയുമെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ആ നിലയിലേക്ക് ഉദ്ധരിപ്പിക്കാൻ സാധിക്കും. അതിന് സമയത്തിൻ്റെ ആവശ്യമില്ല, നാളെ എന്ന് പറയുന്നതിൻ്റെ ആവശ്യമില്ല. ഒരുത്തൻ്റെ വീട് തീ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്, നാളെ അണയ്ക്കാം അല്ലേ എന്നാരെങ്കിലും പറയുമോ? വീട് തീ പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നാളെ അണയ്ക്കാം എന്നാരും പറയില്ലല്ലോ. അപ്പം തന്നെ അണയ്ക്കും, അണയ്ക്കാനുള്ള ശ്രമം തുടരും. അതുപോലെ നിങ്ങളുടെയും ജീവിതം തീ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്, നാശോന്മുഖമായി കൊണ്ടിരിക്കുകയാണ്, ഞാൻ ഭാവത്തിൽ തീ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് തീ പിടിച്ച് അണയുന്നതിന്, തീ പിടിച്ച് നശിക്കുന്നതിന് മുൻപ് നിങ്ങൾ ആ ഞാൻ ഭാവത്തിൽ നിന്ന് നിങ്ങളെ മോചിപ്പിക്കണം, താൻ ഭാവത്തിലേക്ക് മോചിപ്പിക്കണം. അതിനു വേണ്ടിയിട്ട് ഒരു കർമ്മത്തിൻ്റെയും ആവശ്യമില്ല. അതാണ് സാഖ്യയോഗം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സാഖ്യം. ഭഗവത്ഗീതയിലെ 2-ാമത്തെ അധ്യായം സാഖ്യയോഗം, 1-ാമത്തെ അധ്യായം അർജുന വിഷാദയോഗം, 3-ാമത്തെ അധ്യായം കർമ്മയോഗം. സാഖ്യം എന്താണ്? നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നതാണ് സാഖ്യം, ജ്ഞാനം. ഒന്നും ചെയ്യേണ്ടതായിട്ടില്ല, ഒരു കർമ്മവും ചെയ്യേണ്ടതായിട്ടില്ല, ആരുടെ കയ്യിൽ നിന്നും പോയി ചോദിച്ച് വാങ്ങേണ്ടതായിട്ടുമില്ല. പിന്നെന്താ? ഉള്ളിൽ ഉണ്ടായിട്ടും ഞാൻ അറിയാതിരിക്കുന്നു. അതിനെ ഓർമ്മിക്കുക മാത്രമേ വേണ്ടൂ. ഉള്ളിലേക്ക് തിരിയുക, ഉള്ളിലോട്ട് നോക്കുക, ഉള്ളിലിരിക്കുന്നു അത്. അതിനെ ഓർമ്മിപ്പിക്കുന്നു. ആ ഓർമ്മ സദാ നിലനിർത്തുക, അതുമാത്രമാണ്. ദാറ്റ് ഈസ് സാഖ്യയോഗ. ഒരു കർമ്മത്തിൻ്റെയും ആവശ്യമില്ല. ആധ്യാത്മികതയിൽ ഒരു കർമ്മത്തിൻ്റെയും ആവശ്യമില്ല. എന്നാൽ ഇത് കേട്ടിട്ട് മനസ്സിലാകാത്ത ആളാണെങ്കിൽ, അയാളുടെ മനസ്സ് അഴുക്ക് പിടിച്ചതാണെങ്കിൽ, ഒരു ഗുരുവിനെ കാണാനായിട്ട് ഒരാൾ കുറേ വിശിഷ്ട പലഹാരങ്ങളുമായിട്ട് വന്നു. വിശിഷ്ട പലഹാരങ്ങളുമായിട്ട് വന്ന ആളിന് ഗുരു എല്ലാം കൊടുത്തു കഴിഞ്ഞപ്പോൾ അയാളുടെ മറ്റൊരു പാത്രത്തിനകത്ത് ഒരുപാട് സാധനങ്ങളൊക്കെ നിറച്ചു വച്ചിരിക്കുകയാണ്. അളിഞ്ഞ വസ്തുക്കളൊക്കെ അതിനകത്ത് ഇരിക്കുകയാണ്. അപ്പോൾ ഗുരു
കുറേ മധുര പലഹാരങ്ങളെടുത്ത് അയാൾക്ക് കൊടുത്തു. അയാൾക്ക് കൊടുത്തപ്പോൾ ആ ആൾ പറഞ്ഞു, ഈ പാത്രത്തിലേക്ക് ഇട്ടേക്കും, ഞാൻ വീട്ടിൽ പോയി കഴിക്കാം. ഇത് ആ പാത്രത്തിൽ ഇടുന്നത് എങ്ങനെയാണ്? അത് മുഴുവനും അളിഞ്ഞ വസ്തുക്കളാണ് ആ പാത്രത്തിനകത്തിരിക്കുന്നത്. അതുപോലെ നമ്മുടെ ഉള്ളിൽ, നമ്മുടെ മനസ്സിൽ അളിഞ്ഞ ഭാവങ്ങളാണ്, അളിഞ്ഞ ചിന്തകളാണ്. കാമക്രോധ ലോഭ മോഹ മതമാത്സര്യാദികൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഈ മനസ്സിനകത്ത് ഈ ഗുരു പറയുന്ന മധുരമനോഹരമായ ആശയങ്ങൾ ഇടാനായിട്ട് സ്ഥലമില്ല. അങ്ങനെയുള്ള ആളുകൾക്ക് സാധന ആവശ്യമാണ്. അതുകൊണ്ടാണ് പറയുന്നത്, സാധന ചതുഷ്ടയ സമ്പന്നത്വമുള്ളവർക്ക് മാത്രമേ ആധ്യാത്മികതയിലേക്ക് ഉയരാൻ കഴിയുകയുള്ളൂ എന്ന് പറയുന്നു. ആ സാധന ചതുഷ്ടയ സമ്പന്നത്വം എന്ന് പറയുന്നത് എന്താണ്? വിവേകം, വൈരാഗ്യം, ശമാധി, ഷഡ്കം, മുമുക്ഷുത്വം. ഇതെല്ലാം ഉണ്ടാകണമെങ്കിൽ മനസ്സ് ശുദ്ധമായിരിക്കണം. മനസ്സ് ശുദ്ധമാകണമെങ്കിൽ അതിനനുസരിച്ച സാധനകൾ ആവശ്യം. അവർക്ക് സാധനകൾ ചെയ്ത് മനസ്സ് ശുദ്ധമാക്കിയാൽ മാത്രമേ ആ സാഖ്യയോഗത്തിലേക്ക് കടക്കാൻ കഴിയുകയുള്ളൂ. സാഖ്യയോഗമെന്ന് പറയുന്നത് എന്താണ്? കേൾക്കുക, അറിയുക, അതായിത്തീരുക. അത്രയേ ഉള്ളൂ. ദാറ്റ് ഈസ് സാഖ്യം. സാഖ്യയോഗമെന്ന് പറയുന്നതാണ്. ഒരു കർമ്മവും അവിടെ ആവശ്യമില്ല. നിരന്തരമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് സ്വയം പ്രഖ്യാപിക്കാം. കേൾക്കുന്നതിലൂടെ തന്നെ നിങ്ങൾക്ക് സ്വയം പ്രഖ്യാപിക്കാം, ഞാൻ ഇതല്ല, ഇതിനകത്തിരിക്കുന്ന അത്. അത് കേൾക്കുന്നതിലൂടെ, ശ്രദ്ധാപൂർവം കേൾക്കുന്നതിലൂടെ ആരാണോ ആ പ്രഖ്യാപനം നടത്തി സദാ ശുദ്ധഭാവത്തിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുന്നത്, അയാളുടെ മനസ്സിനകത്ത് ഉള്ള അടിഞ്ഞുകൂടിയിരിക്കുന്ന സർവ അഴുക്കുകളും ഈ നിരന്തര വിചാരത്താൽ ഇല്ലാതായിക്കൊണ്ടിരിക്കും ഓട്ടോമാറ്റിക്കായിട്ട്. സാധന ചെയ്യാതെ ഇല്ലാതാകുമോ? ഇല്ലാതാകും. ആരാണോ ഇത് കേട്ട് ഞാൻ അതാണെന്ന് ബോധിച്ച് ആ ഭാവത്തെ തന്നെ സദാ വിചാരം ചെയ്തുകൊണ്ടിരിക്കുന്നത്, അയാളുടെ മനസ്സിലുള്ള അഴുക്കുകളെല്ലാം അയാൾ അറിയാതെ തന്നെ ഈ വിചാരമാകുന്ന ചൂടിൽ അലിഞ്ഞു പോയിക്കൊണ്ടിരിക്കും, താനേ ശുദ്ധമായി കൊണ്ടിരിക്കും. അതാണ് സാഖ്യത്തിൻ്റെ മറ്റൊരു പ്രത്യേകത. അതുകൊണ്ട് സാഖ്യയോഗം അതികഠിനമാണ്, ജ്ഞാനമാർഗം അതികഠിനമാണ് എന്നൊക്കെ ആളുകൾ പറയുന്നുണ്ട്. എങ്കിലും ഉള്ളതിൽ വെച്ച് ഏറ്റവും ലളിതമായ മാർഗം ഈ ജ്ഞാനമാർഗമാണ്. ആർക്കും ഏത് സാഹചര്യത്തിലും യോഗരതോവ ഭോഗരതോവ സംഗരതോവ സംഗവിഹീനഃ യസ്യ ബ്രഹ്മണി രമതേ ചിത്തം നന്ദതി നന്ദതി നന്ദത്യേവ. നീ യോഗിയായാലും ശരി, ഭോഗിയായാലും ശരി. ആരാ യോഗി? യോഗാഭ്യാസം ചെയ്യുന്നവനല്ല യോഗി. ഞാനെന്ന് പറയുന്നത് ഇതല്ല, ഇതിനകത്തിരിക്കുന്ന അതാണ് എന്ന് ബോധിച്ച് ആരുടെ ശ്രദ്ധയാണോ അതുമായിട്ട് യോജിച്ചിരിക്കുന്നത് അവനാണ് യോഗി. അല്ലാതെ യോഗാഭ്യാസം ചെയ്യുന്നവനെയും യോഗി എന്ന് പറയും. എന്നാൽ യഥാർത്ഥ യോഗം ജീവാത്മ പരമാത്മനോ രൈക്യം യോഗ. ജീവാത്മാവും പരമാത്മാവും ഒന്നാണെന്നുള്ള അറിവിലേക്ക് ഉണർന്ന് ഒന്നായിട്ടിരിക്കുന്നവനാണ് യോഗി, യോഗം. അതാണ് ഉപനിഷത്തുകൾ പ്രഖ്യാപിക്കുന്നത്. യഥാ നദ്യഃ സ്യന്തമാനാഃ സമുദ്രേ അസ്തം ഗച്ഛന്തി നാമരൂപേ വിഹായ തഥാ വിദ്വാൻ നാമരൂപാത് വിമുക്തഃ പരാത്പരം പുരുഷമുപൈതി ദിവ്യം. നാമരൂപത്തോടു കൂടിയിരിക്കുന്ന ഓരോരുത്തരും ആ വസ്തുബോധത്തിലേക്ക് ഉണർന്ന്, അതാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്, വസ്തുബോധത്തിലേക്ക് ഉണർന്ന്
ഇതല്ല ഞാൻ ഇതിനകത്തിരിക്കുന്ന അതാണ് എന്ന് ബോധിച്ച് അതിലേക്ക് ഒഴുകി അതുമായിട്ട് ചേരണം. അതാണ് ആ ഉദാഹരണം പറയുന്നത്. യഥാ നദ്യഃ സ്യന്തമാനാഹ സമുദ്രേ അസ്തം ഗച്ഛന്തി നാമരൂപേ വിഹായ. നാമത്തെയും രൂപത്തെയും കളഞ്ഞിട്ട് ഗംഗാനദി ഏതുപോലെയാണോ ആ സമുദ്രവുമായിട്ട് ചേരുന്നത്. ഗംഗാസാഗറിൽ വെച്ച് ആ സമുദ്രവുമായിട്ട് ചേരുന്നു. ഗംഗാസാഗർ. വർഷത്തിലൊരിക്കൽ അവിടെ ഒരു മേള നടക്കും, സാഗരമേള. അവിടുന്ന് അതിനു വേണ്ടി ആളുകൾ ഇങ്ങനെ കാത്തിരിക്കും ആ ദിവസമാകുന്നതിന് വേണ്ടിയിട്ട്. പല മാർഗങ്ങളിൽ കൂടെ പോകാം. അതുപോലെ നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന ഞാൻ ഭാവമാകുന്ന ആ നദി ഒഴുകി തന്നിലെ താൻ ഭാവമാകുന്ന ആ സച്ചിദാനന്ദ സാഗരവുമായി യോജിക്കണം. അതിനുള്ള അവസരമാണ് ഇത്. അതിനൊരു തടസ്സവുമില്ല. ഭാര്യ, മക്കൾ, കുടുംബം, ദാരിദ്ര്യം, കടം അതൊക്കെ വന്നതുപോലെ തീർന്നുകൊണ്ടിരിക്കും. എന്തെല്ലാം പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടോ അതെല്ലാം എങ്ങനെ വന്നോ അതുപോലെ അത് തീർന്നുകൊണ്ടിരിക്കും. അതിനു വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്തെല്ലാം ചെയ്യേണ്ടതായിട്ടുണ്ടോ അതെല്ലാം പ്രകൃതി നിങ്ങളെ കൊണ്ട് ചെയ്യിച്ചു കൊണ്ടിരിക്കും. അതെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ്. അതുമായിട്ട് ഇതിന് യാതൊരു ബന്ധവുമില്ല. ഇത് വേറെ ഇതിൻ്റെ കാര്യം വേറെയാണ്. സ്വയം ബോധിച്ച് ഈ കടക്കാരനായിട്ട് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന എന്നിലെ കഷ്ടപ്പെടുന്ന ഈ ഞാനല്ല എന്നിലെ യഥാർത്ഥ ഞാൻ, ഈ ഞാനിനെയും പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ ശരീരത്തിൽ സ്വയം പ്രകാശിച്ചു നിൽക്കുന്ന ആ ചൈതന്യ സ്വരൂപമാണ് എന്നിലെ യഥാർത്ഥ ഞാൻ എന്ന ഭാവത്തിലേക്ക് നിങ്ങൾ ഉയരുമ്പോൾ, നിങ്ങളെ ഉയർത്തുമ്പോൾ, അപ്പോൾ ആ കടക്കാരനായ ഞാനിൻ്റെ വേദനയിൽ നിന്ന് നിങ്ങൾ മുക്തമാകുന്നു. ഞാനിലിരിക്കുമ്പോഴാണ് ഈ വേദനയൊക്കെ ഉള്ളത്. ആ സമയത്തേക്കെങ്കിലും നിങ്ങൾ മുക്തി നേടുന്നു. ഞാനിൽ നിന്ന് നിങ്ങളിലെ താനിലേക്ക് ഉയർത്തിക്കഴിഞ്ഞാൽ ആ താനെന്ന് പറയുന്നത് ബ്രഹ്മസ്വരൂപം, അമര ചൈതന്യം, മരണമില്ലാത്ത വസ്തു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മരണമില്ലാത്ത നിലയിലേക്ക് മരിക്കാതിരിക്കണമെങ്കിൽ, ജനിക്കാതിരിക്കണമെങ്കിൽ മരിക്കാതിരിക്കണം. എങ്ങനെയാ മരിക്കാതിരിക്കുന്നത്? നിസ്സാരം. ഞാൻ ഭാവത്തിൽ നിന്ന് ഏതൊരാളാണോ തൻ്റെ ശ്രദ്ധയെ തന്നിലെ താൻ ഭാവത്തിലേക്ക് ഉയർത്തി അവിടെ സ്ഥിരമായിട്ട് നിർത്തുന്നത്. സ്ഥിരമായിട്ട് നിർത്തുന്നത് എങ്ങനെയാണ്? നിരന്തര ഭാവം. ഞാൻ അതാണ് എന്ന ഭാവത്തിൽ നിന്ന് ഒരിക്കലും അയാൾ മാറുന്നില്ല. അതുതന്നെയാണ് സ്ഥിരപ്രതിഷ്ഠ. അതാർക്കുമാകാം. എന്താ തടസ്സം? കടവും ബുദ്ധിമുട്ടുകളും ദാരിദ്ര്യവുമൊക്കെ അതൊക്കെ അവിടെ ഇരുന്നോട്ടെ. അതൊക്കെ അനുഭവിക്കേണ്ടതെല്ലാം നമ്മൾ തന്നെ അനുഭവിക്കണം. പ്രാരബ്ധം അത് അനുഭവിച്ചുകൊണ്ട് ഇരിക്കുമ്പോഴും നിങ്ങൾ ഈ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവനല്ല എന്നിലെ യഥാർത്ഥ ഞാൻ ഇതൊന്നും അനുഭവിക്കാതെ ഈ ശരീരത്തിൽ സുഖിയായിട്ട് വാഴുന്നു. സുഖിയായിട്ടല്ല വാഴുന്നത്, ആനന്ദസ്വരൂപത്തിന് ആയിട്ട് വാഴുന്നു. സുഖമെന്ന് പറയുന്നത് അനുഭവിക്കുന്നത് ആരാണ്? ഞാനാണ്. എന്നിലെ ഞാനാണ് സുഖവും ദുഃഖവുമൊക്കെ അനുഭവിക്കുന്നത്. എന്നിലെ താൻ സുഖവും അനുഭവിക്കുന്നില്ല, ദുഃഖവും അനുഭവിക്കുന്നില്ല. അവിടെ എന്താണ്? ആനന്ദം മാത്രമാണുള്ളത്. സുഖദുഃഖങ്ങളെല്ലാം ഞാനിലെ ഭാവങ്ങൾ. അത് അന്യാശ്രയിയാണ്. മറ്റുള്ള വിഷയങ്ങളിൽ നിന്നാണ് നമുക്ക് സുഖം കിട്ടുന്നത്. സുഖം അന്യ വിഷയങ്ങളിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത്. സുഖം ദുഃഖവും അതുപോലെ തന്നെയാണ്.
ഒരു കാറ് വാങ്ങിക്കണമെന്നുള്ള ആഗ്രഹം വരുമ്പോൾ, അതിൽ സഞ്ചരിക്കണമെന്നുള്ള ആഗ്രഹം മനസ്സിൽ വരുമ്പോൾ തന്നെ അത് വന്നില്ലെങ്കിലും ഒരു ചെറിയ സുഖം മനസ്സിനകത്തുണ്ടാകുന്നു. കാറ് വാങ്ങിച്ചു കഴിഞ്ഞാലുണ്ടാകുന്ന സുഖം അതിനേക്കാൾ വലുത്. അപ്പോൾ അന്യ വിഷയങ്ങളിൽ നിന്നാണ് സുഖം ഉണ്ടാകുന്നത്. എല്ലാ സുഖങ്ങളും അന്യ വിഷയങ്ങളിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ആനന്ദം മാത്രം അന്യ വിഷയങ്ങളിൽ നിന്നല്ല ഉണ്ടാകുന്നത്, അത് സ്വരൂപത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ദാറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സുഖം ആൻഡ് ആനന്ദം. സുഖം അന്യ വിഷയങ്ങളിൽ നിന്ന് ഉണ്ടാകുന്നു, സുഖവും ദുഃഖവുമൊക്കെ. ആനന്ദം സ്വരൂപസ്ഥിതി. ആരാണോ തന്നിലെ താൻ ഭാവത്തിൽ തൻ്റെ ശ്രദ്ധയെ സദാ നിലനിർത്തിയിരിക്കുന്നത്, അവൻ ആനന്ദ സ്വരൂപമായിട്ടിരിക്കുന്നു. അവൻ അനുഭവിക്കുന്നത് ആനന്ദം. ആനന്ദം അന്യവസ്തുവിനെ ആശ്രയിച്ചല്ല ഇരിക്കുന്നത്. അന്യവസ്തുവിൽ നിന്ന് കിട്ടുന്നതല്ല ആനന്ദം. അന്യവസ്തുവിൽ നിന്ന് കിട്ടുന്നത് സുഖം, ദുഃഖം. ഇതെല്ലാം അന്യവസ്തുക്കളെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഈ മനുഷ്യ ശരീരത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ആ മരണത്തിൻ്റെ കാര്യത്തെക്കുറിച്ച് പറഞ്ഞതുകൊണ്ട് നമ്മുടെ മന്ത്രം ഇവിടെ കാത്തിരിക്കുകയാണ്. അദ്വൈതാനുഭൂതി. ഇതാണ് അദ്വൈതാനുഭൂതി. അദ്വൈതാനുഭൂതിയിലൂടെ ഉണ്ടാകുന്ന ഫലമാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്, പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. രണ്ടാമതായിട്ട് മറ്റൊന്നില്ലാത്ത ആ ഒരേ ഒരു വസ്തുവാണ് തന്നിലെ താൻ. അതിലേക്ക് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ശ്രദ്ധയെ ഉദ്ധരിപ്പിച്ചാൽ, ഈ ജാഗ്രത അവസ്ഥയിൽ ഉദ്ധരിപ്പിച്ച് അതിൽ സ്ഥിരപ്പെടുത്തിയാൽ, സ്ഥിരപ്പെടുത്തുന്നത് എങ്ങനെയാണ്? ആ ഭാവത്തിൽ നിന്ന് വ്യതിചലിക്കാതിരിക്കുക എന്നുള്ളത് മാത്രമാണ്. അത് ശരിക്കും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ പിന്നെങ്ങനെയാണ് വ്യതിചലിക്കുന്നത്? ഈ ഞാനല്ല എന്നിലെ യഥാർത്ഥ ഞാനെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ യഥാർത്ഥ ഞാൻ ആരാണ്? എന്നിലെ ജാഗ്രത അവസ്ഥയ്ക്കും സ്വപ്നാവസ്ഥയ്ക്കും സുഷുപ്തി അവസ്ഥയ്ക്കും സാക്ഷിയായിരിക്കുന്ന ആ ചൈതന്യം. ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോൾ ആ ഉറക്കത്തിനും സാക്ഷിയായിട്ട് എന്നിൽ ഉറങ്ങാതെ ഉണർവോടുകൂടിയിരിക്കുന്ന ആ ചൈതന്യം. ഈ ജന്മത്തിനും ഇതപര്യന്തം ഏതെല്ലാം ശരീരങ്ങളിൽ ഞാൻ ജീവിച്ചിട്ടുണ്ടോ ആ ശരീരങ്ങളിലെല്ലാം ഉള്ള ജീവിതത്തിന് സാക്ഷിയായിരിക്കുന്ന ആ ചൈതന്യം, അതുതന്നെയാണ് ഇപ്പോഴും എന്നിൽ സാക്ഷിയായിരിക്കുന്ന ആ ചൈതന്യം. അതാണ് എൻ്റെ യഥാർത്ഥ സ്വരൂപം എന്ന് ബോധിച്ച് തൻ്റെ ശ്രദ്ധയെ ആരാണോ അതിൽ തന്നെ സദാ നിലനിർത്തിയിരിക്കുന്നത്, അതാണ് ഭാവം. ആ ഭാവത്തിന് ഒരു ചെലവുമില്ല. ആ ഭാവത്തിന് ഒരു കർമ്മവും ആവശ്യമില്ല. അതാണ് സാഖ്യം, സാഖ്യയോഗം, ജ്ഞാനയോഗം. യജ്ഞാത്വാ നേഹ ഭൂയോ അന്യത് ജ്ഞാതവ്യമവശിഷ്യതേ. ഏതൊന്നിനെ അറിഞ്ഞാൽ ഇനി മറ്റൊന്നും അറിയേണ്ടതായിട്ടില്ലയോ ആ അറിവാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇതറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ യാതൊന്നും ആവശ്യമില്ല, യാതൊന്നും കേൾക്കേണ്ടതായിട്ടില്ല. ഒരുത്തൻ്റെയും മുമ്പിൽ പോയിരുന്ന് എനിക്ക് മോക്ഷം വേണം ചോദിക്കേണ്ട കാര്യമില്ല. വേറെ എവിടെ പോയിരുന്ന് ഏത് മോക്ഷം, ആരുടെ ഇന്നാ മോക്ഷം കിട്ടുന്നത്? നിങ്ങൾക്ക് മോക്ഷം വേണമെങ്കിൽ ഇത് നിങ്ങളിൽ നടപ്പാകണം. ഈ ഭാവത്തിലേക്ക് നിങ്ങൾ ഉയരണം. വേറെ ഒരു തരത്തിലും മോക്ഷം കിട്ടുകയില്ല, കർമ്മത്തിലൂടെ കിട്ടേണ്ടതല്ല. എന്തുകൊണ്ട്? നിങ്ങൾ ഓരോരുത്തരും മോക്ഷസ്വരൂപങ്ങളാണ്. നിങ്ങളുടെ ഉള്ളിൽ ആ മോക്ഷസ്ഥിതി ഉണ്ട്. തന്നിലെ താൻ മറന്നിരിക്കുന്നു. അതോർക്കുക. അത് ഓർക്കണമെങ്കിൽ ഉള്ളിലോട്ട് നോക്കണം. കാരണം നമ്മളെല്ലാം വെളിയിലോട്ട് നോക്കാനായിട്ടാണ് ഭഗവാൻ സൃഷ്ടിച്ചിരിക്കുന്നത്. കഠോപനിഷത്തിൽ പറയുന്നില്ലേ, പരാഞ്ചിഖാനി വിതൃണ സ്വയംഭൂ തസ്മാത് പരാങ് പശ്യതി ന അന്തരാത്മൻ. ദൈവം സൃഷ്ടാവ് നമ്മളെ ശിക്ഷിച്ചിരിക്കുകയാണ്. എല്ലാം പുറത്തോട്ട്, കണ്ണ് പുറത്തോട്ട്. എന്തുണ്ടെങ്കിലും നമ്മൾ കാണും, എന്തുണ്ടെങ്കിലും കേൾക്കും,
ഇല്ലേ? പിള്ളേർ സ്കൂൾ വിട്ട് വന്ന ഉടനെ അമ്മ ഇന്ന് മുറുക്കുണ്ട, അമ്മ മുറുക്കി വിട്ടാ എന്താ മണം ഇല്ലേ? കാത് വെളിയിലുള്ളത് മുഴുവനും കേൾക്കും, മൂക്ക് മുഴുവനും മണത്തെടുക്കും, കണ്ണ് മുഴുവനും കാണും. എല്ലാ ഇന്ദ്രിയങ്ങളും ബഹിർമുഖമായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അന്തരാത്മാവിലേക്ക് നോക്കാൻ സമയമില്ല, നോക്കുന്നില്ല. അതുകൊണ്ട് താൻ ആരാണെന്ന് തിരിച്ചറിയുന്നില്ല. ആ തിരിച്ചറിവിന് വേണ്ടിയാണ് ഈ തരത്തിലുള്ള സത്സംഗങ്ങൾ ഉപകരിക്കുന്നത്. അത് കഠോപനിഷത്തിൽ പറയും പോലെ വളരെ വളരെ വിലപ്പെട്ടതാണ്. അത് ചുമ്മാ ഇവിടെ വന്ന് കേൾക്കുന്നു, ഒരു ചിലവുമില്ലാതെ കിട്ടുന്നത്, സ്വാമി അങ്ങനെയൊക്കെ പറയും എന്ന് പറഞ്ഞ് നിസ്സാരമായിട്ട് തള്ളിക്കളയരുത്. വളരെ ശ്രദ്ധാപൂർവം അതിനെ ഉൾക്കൊണ്ട് ഇപ്പോൾ തന്നെ നിങ്ങളുടെ ശ്രദ്ധയെ നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഇരിക്കുന്ന ആ ഈശ്വരഭാവവുമായിട്ട് യോജിപ്പിച്ച് സ്വയം ഈശ്വരനായിട്ട് മാറുക. ചെറിയ കാര്യമാണോ? സ്വയം ഈശ്വരനായിട്ട് മാറുന്നു. ജീവയേവ ശിവഃ ശിവയേവ ജീവഃ. ഈ അറിവിലേക്ക് നിങ്ങൾ ഉണർന്നാൽ ജീവഭാവത്തിൽ നിന്ന് നിങ്ങൾ ഈശ്വരഭാവത്തിലേക്ക് ഉയരുന്നു. നിങ്ങളിലെ ഈശ്വരത്വം നിങ്ങളുടെ ഉള്ളിലിരിക്കുന്നു. അതല്ലേ ഭഗവത്ഗീത പറയുന്നത്? ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേ അർജുന തിഷ്ഠതി. ആ മന്ത്രം അറിയാം സ്വാമി, അറിഞ്ഞിട്ടെന്ത് പോലെ. നിങ്ങൾ ആ ഭാവത്തിലേക്ക് നിങ്ങളെ ഉദ്ധരിപ്പിക്കുന്നുണ്ടോ? ഉയർത്തുന്നുണ്ടോ? ദാ ഈ അവസരം കൈവന്നിരിക്കുന്നു. ഒരു തരത്തിലും അതിനെ മിസ്സാക്കി കളയരുത്. ഒരുത്തരുടെയും അനുവാദത്തിന് വേണ്ടി കാത്തു നിൽക്കരുത്. ഇത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഭർത്താവിന് കൂടെ പറഞ്ഞു കൊടുത്ത് അവരെ കൂടെ ആ നിലയിലേക്ക് ഉയർത്തുക. നിങ്ങളുടെ മക്കൾക്ക് കൂടി ഈ അറിവ് പകർന്നു കൊടുത്ത് അവരെ കൂടെ ഈ നിലയിലേക്ക് ഉയർത്തുക. നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാവർക്കും ഈ അറിവ് പകർന്നു കൊടുത്ത് അറിവ് പകർന്നു കൊടുക്കാനായിട്ട് ഒന്നും കാണാതെ പഠിക്കേണ്ട കാര്യമില്ല. സ്വാമി ഉപനിഷത്തുകളൊന്നും അറിയില്ല. എന്തിനാ ഉപനിഷത്തുകൾ അറിയുന്നത്? ഈ കേട്ട കാര്യം മനസ്സിലാകുന്നുണ്ടല്ലോ. ഇത് പറഞ്ഞു കൊടുക്കാൻ ഉപനിഷത്തിൻ്റെ ഒന്നും ഒരു മന്ത്രത്തിൻ്റെയും ആവശ്യമില്ല. നിങ്ങളുടെ വീട്ടിലെ നിങ്ങളുടെ ഭർത്താവിനും നിങ്ങളുടെ മക്കൾക്കും ഇത് പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് നിങ്ങളിത് മനസ്സിലാക്കിയാൽ മാത്രം മതി. അവരെ കൂടി ഈ നിലയിലേക്ക് ഉയർത്താൻ സാധിക്കുമെങ്കിൽ നിങ്ങൾക്ക് ഈ ജീവിതത്തിൽ ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ നല്ല കാര്യം അതുമാത്രമായിരിക്കും. വേറെ എല്ലാം നശ്വരങ്ങളാണ്, സർവവും നശ്വരങ്ങളാണ്. നിങ്ങൾ ഒരിക്കലും ഇതിലേക്ക് ഉയർത്തപ്പെടാതിരിക്കരുത്. കാരണം എന്താ? കേൾക്കാൻ അവസരം കിട്ടി. എന്നിട്ടും നിങ്ങൾ ആ നിലയിലേക്ക് നിങ്ങളെ ഉയർത്താൻ മടിക്കുകയാണെങ്കിൽ നമുക്ക് അടുത്ത ജന്മത്തിൽ എവിടെയെങ്കിലും വെച്ച് കാണാം. അടുത്ത ജന്മത്തിൽ എവിടെയെങ്കിലും വെച്ച് കാണാമെന്ന് പറയുമ്പോൾ സ്വാമി അടുത്ത ജന്മത്തിൽ ഉണ്ടോ? ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. കാരണം എന്താ? ഈ അറിവല്ലേ പറഞ്ഞു തരുന്നത്. ഈ അറിവ് പറയണമെങ്കിൽ ആ അറിവിൽ നിന്നാലല്ലേ ഒക്കൂ. ആ അറിവിൽ തന്നെ നിൽക്കുകയാണെങ്കിൽ പുനർജന്മം ഉണ്ടാവുകയില്ല. ആ അറിവിൽ നിൽക്കാതിരിക്കുകയാണെങ്കിൽ പുനർജന്മം ഉണ്ടായിരിക്കും. പുനർജന്മം ഉണ്ടാകാതിരിക്കണമെങ്കിൽ ആ അറിവിൽ തന്നെ സദാ നിൽക്കണം. അപ്പോഴും ഞാൻ ഭാവത്തിലുള്ള കർമ്മങ്ങളിൽ അയാൾ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നത് കാണാം. അത് തെറ്റല്ല, അതിന് കുഴപ്പമില്ല. അതുകൊണ്ട് അയാളുടെ ജ്ഞാനത്തിന് ഒരു കേടും സംഭവിക്കുകയില്ല. ശരിക്കും മനസ്സിലാക്കിക്കോണം. തന്നിലെ താൻ ഭാവത്തിൽ ഉറപ്പു നേടി അതിൽ സ്ഥിരത ആർജിച്ച ഒരാളിലെ ഞാൻ പ്രവർത്തനക്ഷമമായിരിക്കും.
അയാൾ ലൗകിക കാര്യങ്ങളിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കും. ആരെപ്പോലെ? ജനകനെ പോലെ. ഒന്നും തടസ്സമല്ല. വ്യാസനോട് പറഞ്ഞില്ലേ, നിങ്ങൾ ഈ കുലം നശിപ്പിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് മക്കളെ സൃഷ്ടിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഹേയ് ഞാൻ സ്വാമിയാണ് എന്ന് പറഞ്ഞ് പോയില്ലല്ലോ. അംബിക അംബാലിക ഇല്ലേ അവരിൽ. അതുകൊണ്ട് വ്യാസന് ഒരു നഷ്ടവും ഉണ്ടാകുന്നില്ല. അത് അദ്ദേഹത്തിലെ ഞാൻ. അപ്പോഴും അദ്ദേഹം എവിടെയായിരിക്കുന്നത്? തന്നിലെ താനിൽ തന്നെയാണ് ഇരിക്കുന്നത്. തന്നിലെ താനിലിരിക്കുമ്പോഴും തന്നിലെ ഞാൻ പ്രവർത്തനക്ഷമമായിരുന്നു. അതിലൂടെയാണ് അതൊക്കെ സംഭവിച്ചത്. അപ്പോഴൊന്നും അയാൾ ആ വ്യാസൻ വ്യതിചലിക്കുന്നില്ല, തൻ്റെ ശ്രദ്ധയിൽ നിന്ന് വ്യതിചലിക്കുന്നില്ല, താനായി തന്നെ ഇരിക്കുകയാണ്. അദ്ദേഹം ഇതൊന്നും അറിയുന്നില്ല. അദ്ദേഹത്തിൽ ഞാൻ ഭാവത്തിലൂടെ ഈ കർമ്മങ്ങളൊക്കെ നടന്നു എന്നുള്ളതല്ലാതെ അതിൻ്റെ ഒന്നും കർത്താവ് അദ്ദേഹമല്ല. നേരത്തെ പറഞ്ഞില്ലേ, ഈശ്വരൻ സൃഷ്ടികർമ്മം നടത്തുന്നു എങ്കിലും അദ്ദേഹം അതിൻ്റെ കർത്താവല്ല. ഇതുപോലെ നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ആ ഭാവം നിലനിർത്താനുള്ള അവസരമാണ് നമുക്ക് സംജാതമായിരിക്കുന്നത്. ഇനി നമുക്ക് മന്ത്രത്തിലേക്ക് കടന്നു നോക്കാം. നമ്മൾ 60-ാമത്തെ മന്ത്രത്തിലാണ് നിർത്തിയത്. 61-ാമത്തെ മന്ത്രത്തിലേക്ക് ഭാസ്യം മേഘാധികം ഭാനുർ ഭാസയൻ പ്രതിഭാസതേ. മേഘാദികളെയെല്ലാം പ്രകാശിപ്പിച്ചുകൊണ്ട് ഭാനു സൂര്യൻ സ്വയം പ്രകാശിച്ചു നിൽക്കുന്നു. മേഘാദികളെയെല്ലാം പ്രകാശിപ്പിച്ചുകൊണ്ട് സൂര്യൻ സ്വയം പ്രകാശിച്ചു നിൽക്കുന്നു. അതുപോലെ തഥാ സ്ഥൂലാധികം ഭാസ്യം ഭാസയം പ്രതിഭാത്യയം. അയം ഈ ബോധസ്വരൂപം. സ്ഥൂലാധികം എന്താണ്? തഥാ സ്ഥൂലാധികം ഭാസ്യം. സ്ഥൂലാദികൾ നമ്മുടെ ശരീരത്തിലുള്ള സ്ഥൂല വിഷയങ്ങൾ, മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം, ഈ സ്ഥൂല വിഷയങ്ങളെല്ലാം പ്രകാശിപ്പിച്ചുകൊണ്ട് തന്നിലെ താൻ സ്വയം പ്രകാശിച്ചു നിൽക്കുന്നു. അതാണ് നമ്മൾ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത്. സൂര്യൻ ഏതുപോലെയാണോ മേഘാദികളെയെല്ലാം പ്രകാശിപ്പിച്ചുകൊണ്ട് സ്വയം പ്രകാശിച്ചു നിൽക്കുന്നത്, അതുപോലെ ഈ ബോധസ്വരൂപം, ഈ സാക്ഷിസ്വരൂപം, ആ ഈശ്വര സ്വരൂപം ഓരോരുത്തരുടെയും ഉള്ളിൽ ഇരുന്നു കൊണ്ട് തന്നിലെ ശരീരത്തെയും ഇന്ദ്രിയങ്ങളെയും കർമ്മേന്ദ്രിയങ്ങളെയും ജ്ഞാനേന്ദ്രിയങ്ങളെയും ഒക്കെ പ്രകാശിപ്പിച്ചുകൊണ്ട് കാമക്രോധ ലോഭ മോഹാദികളെയും എല്ലാം പ്രകാശിപ്പിച്ചുകൊണ്ട് സ്വയം പ്രകാശിച്ചു നിൽക്കുന്നു. ആര്? തന്നിലെ താൻ, ആ ഈശ്വര ചൈതന്യം. അതാണ് ഈ മന്ത്രം വെളിപ്പെടുത്തുന്നത്. ഭാസ്യം മേഘാധികം ഭാനുർ ഭാസയൻ പ്രതിഭാസതേ. മേഘാദികളെയെല്ലാം പ്രകാശിപ്പിച്ചുകൊണ്ട് ഏതുപോലെയാണോ സൂര്യൻ സ്വയം പ്രകാശിക്കുന്നത്, അതുപോലെ ഓരോരുത്തരുടെയും ഉള്ളിൽ ആ ബോധസ്വരൂപം, ആ സാക്ഷി സ്വരൂപം നമ്മിലെ എല്ലാ വിഷയങ്ങളെയും, സ്ഥൂലാദി വിഷയങ്ങളെ എല്ലാം, കർമ്മേന്ദ്രിയങ്ങൾ, ജ്ഞാനേന്ദ്രിയങ്ങൾ, ബുദ്ധി, അഹങ്കാരം, മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം തുടങ്ങിയ അന്ധകരണ ഭാവങ്ങളെയെല്ലാം പ്രകാശിപ്പിച്ചുകൊണ്ട് ആ ബോധസ്വരൂപം സ്വയം പ്രകാശിച്ചു നിൽക്കുന്നു നമ്മുടെ ഉള്ളിൽ. അതിനെക്കുറിച്ചാണ് ഇതുവരെ പറഞ്ഞത്. അതാണ് തൻ്റെ യഥാർത്ഥ സ്വരൂപം എന്ന് സ്വയം തിരിച്ചറിഞ്ഞ് ഇപ്പോൾ തന്നെ ആരാണോ തൻ്റെ ശ്രദ്ധയെ അതിലേക്ക് ഉയർത്തുന്നത്, ആ നദി ഒഴുകി ആ സച്ചിദാനന്ദ സാഗരവുമായിട്ട് ചേരുന്നത് പോലെ നിങ്ങളുടെ ശ്രദ്ധയും ഒഴുകി ആ ബോധസ്വരൂപവുമായിട്ട് യോജിക്കണം. അപ്പോഴാണ് യോഗം സംഭവിക്കുന്നത്. എല്ലാവർക്കും ആ യോഗിയാകാം. യോഗം കഠോപനിഷത്തിൽ ഇതിന് പറയുന്ന മന്ത്രമുണ്ട്.
ആ കഠോപനിഷത്തിൽ പറഞ്ഞ മന്ത്രമെന്ന് പറയുന്നത് പരാഞ്ചി ഖാനി വ്യതൃണത് സ്വയംഭൂ തസ്മാത് പരാം പശ്യതി ന അന്തരാത്മൻ കശ്ചിത് ധീര പ്രത്യഗാത്മാനമൈക്ഷത്. പ്രത്യഗാത്മാനം, ആ ആത്മചൈതന്യം, പ്രത്യേകാത്മാവ് എന്ന് പറഞ്ഞാൽ അന്തരാത്മാവ്, ആ ബോധസ്വരൂപം നിങ്ങളിലെത്താൻ ഇത് കേട്ട് അറിഞ്ഞ് ഏതോ ഒരു ധീരൻ തൻ്റെ ശ്രദ്ധയെ ബാഹ്യ വിഷയങ്ങളിൽ നിന്നെല്ലാം പിൻവലിച്ച് ഉള്ളിലേക്ക് നിർത്തി അന്തരാത്മാവിനെ നോക്കുന്നു, അതിലേക്ക് തിരിയുന്നു. അതിലേക്ക് തിരിഞ്ഞാൽ അത് നിങ്ങളെ ആകർഷിച്ചുകൊള്ളും. ഭൂമിയിലേക്ക് വരുന്ന വസ്തുക്കളെ ഏതു പ്രകാരമാണോ ഭൂമി ആകർഷിക്കുന്നത്, അതുപോലെ അതിനെ മനസ്സിലാക്കി നിങ്ങൾ അങ്ങോട്ട് തിരിഞ്ഞാൽ നിങ്ങളെ അത് ആകർഷിച്ച് അങ്ങോട്ടെടുത്തുകൊള്ളും. ഭൂമിയുടെ ചന്ദ്രനിലേക്ക് വിടുന്ന വാഹനം ഭൂമിയുടെ ആകർഷണ വലയം ഭേദിച്ച് അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ശൂന്യാകാശത്തിൽ കുറേ സഞ്ചരിച്ച് ചന്ദ്രൻ്റെ ആകർഷണ വലയത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ചന്ദ്രൻ അങ്ങോട്ട് ആകർഷിക്കും. അവിടെ ബ്രേക്ക് ഇട്ട് വേണം പോകാൻ, അല്ലെങ്കിൽ മൂടിടിച്ച് അവിടെ വീഴും. അതുപോലെ തിരിച്ച് ഭൂമിയിലേക്ക് വരുമ്പോഴും അവിടുത്തെ ആകർഷണ വലയം ഭേദിക്കുന്നതിന് വേണ്ടി ശക്തി ഉപയോഗിച്ച്, ബൂസ്റ്റർ ഉപയോഗിച്ച്, ചന്ദ്രമണ്ഡലത്തിൻ്റെ ആകർഷണത്തിന് എതിരായിട്ട് ബലം പ്രയോഗിച്ച് ആ ചന്ദ്രൻ്റെ ആകർഷണ വലയം ഭേദിച്ച് ശൂന്യാകാശത്തിലെത്തി ശൂന്യാകാശത്തിൽ നിരന്തരം സഞ്ചരിച്ച് ഭൂമിയുടെ ആകർഷണ വലയത്തിലെത്തിക്കഴിഞ്ഞാൽ അവിടെ ബലം പ്രയോഗിച്ച് ബ്രേക്കിട്ട് വേണം ഭൂമിയിലേക്ക് വരാനായിട്ട്. അവിടെ ഭൂമിയുടെ ആകർഷണ വലയത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഭൂമി ആകർഷിക്കുന്നു. അതുപോലെ നിങ്ങളുടെ ശ്രദ്ധയെ ഈ ഞാനിൻ്റെ ആകർഷണ വലയത്തിൽ നിന്ന് നിങ്ങളുടെ ബലം പ്രയോഗിച്ച് ചിന്ത, മനനം ഉപയോഗിച്ച് തന്നിലെ ആ ബോധസ്വരൂപത്തെക്കുറിച്ച്, ആ സാക്ഷി സ്വരൂപത്തെക്കുറിച്ച് നിരന്തര വിചാരം നടത്തി അതിലേക്ക് തന്നെ നിങ്ങളുടെ ശ്രദ്ധയെ ആ വിചാരത്തിലൂടെയാണ് അങ്ങോട്ടുള്ള പോക്ക് സാധ്യമാകുന്നത്. നിരന്തര വിചാരം, യത് ഭാവോ തദ്ഭവതു. ചുമ്മാ എത്തില്ല, നിങ്ങളിൽ ആ ഭാവമുണ്ടായിരിക്കണം. ഞാൻ ഇതല്ല, അതിനാണ് ആ മന്ത്രം പറഞ്ഞത്, ശിവോഹം ശിവോഹം ശിവോഹം. സദാ ആ മന്ത്രം ചൊല്ലി 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 ആ ചൊല്ലുന്നതിനനുസരിച്ച് നിങ്ങൾ ആ ഭാവത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കും. ആ മന്ത്രം വാചികമായിട്ട് നിങ്ങൾ ചൊല്ലാൻ അസൗകര്യമുണ്ടെങ്കിൽ മാനസികമായിട്ട് ചൊല്ലിയാൽ മതി. ശിവോഹം ശിവോഹം ശിവോഹം. ആ ശിവസ്വരൂപം ഞാനാവുന്നു എന്നുള്ള ഭാവം സദാ ആരിലാണോ സ്ഫുരിച്ചുകൊണ്ടിരിക്കുന്നത് അവർ അതിലേക്ക് തന്നെ എത്തിക്കൊണ്ടിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഈ ശരീരത്തിൽ നിന്ന് ജീവൻ പിരിയുന്നതിന് മുൻപ് ആരുടെ ശ്രദ്ധയാണോ അതിലെത്തുകയും അതിൽ നിരന്തര സ്ഥിതി നേടുന്നത്. നിരന്തര സ്ഥിതി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? നിരന്തര വിചാരത്തിലൂടെ വിചാരിക്കാതിരിക്കുമ്പോഴും ആ സ്ഥിതി തുടർന്നുകൊണ്ടിരിക്കുന്നതാണ് നിരന്തര സ്ഥിതി. നമ്മൾ മന്ത്രം ജപിക്കുന്ന ആളുകളൊക്കെ ഇത്ര ലക്ഷം മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ പിന്നെ ജപിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞാൽ അവർ ജപിക്കാതിരിക്കുമ്പോൾ പോലും അവരുടെ ഉള്ളിൽ ആ മന്ത്രജപം അജപ രൂപത്തിൽ തുടർന്നുകൊണ്ടിരിക്കും. അല്ലേ? ആരുടെയോ ഒരു ഉദാഹരണം പറഞ്ഞല്ലോ നമ്മൾ, സ്വാമി രാമ. ആ സ്വാമി രാമയുടെ രാമയാണോ രാമതീർത്ഥരാണ്? രാമതീർത്ഥർ. രണ്ടും തെറ്റിപ്പറയുന്നുണ്ട്. രാമതീർത്ഥർ, അദ്ദേഹത്തിൻ്റെ മുറിക്കകത്ത് പൂരൺ സിംഗ്, അദ്ദേഹത്തിൻ്റെ സുഹൃത്ത്. സ്വാമി രാമയാണോ രാമതീർത്ഥരാണോ? ഇപ്പോൾ സംശയമായി. സംശയം തീർത്തു തരാം. അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് പൂരൺ സിംഗ് വന്നപ്പോൾ ഈ മന്ത്രജപം കേൾക്കുന്നു. ആരുടെ ആ മന്ത്രജപം മുറിയിൽ നിന്ന് മുഴങ്ങുന്നു, എവിടെ നിന്നാണ് വരുന്നതെന്ന് അറിഞ്ഞുകൂടാ. അദ്ദേഹം ഇങ്ങനെ നോക്കിയപ്പോൾ
ആ മുറിക്കകത്ത് നോക്കി, ഈ മുറിക്കകത്ത് നോക്കി, വേറെ ആരും അവിടെയെങ്ങുമില്ല, ആരും മന്ത്രം ചൊല്ലുന്നുമില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വരുന്ന അവസരത്തിൽ അദ്ദേഹം അവിടെ കിടന്ന് ഉറങ്ങുകയാണ്. ആ ഉറങ്ങുന്ന ശരീരത്തിൻ്റെ അടുത്ത് വന്നപ്പോൾ മന്ത്രജപം ഒച്ചത്തിൽ കേൾക്കാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹം മനസ്സിലാക്കി ഈ ശരീരത്തിൽ നിന്നാണ് ഈ മന്ത്രജപം കേൾക്കുന്നത്. അപ്പോൾ അദ്ദേഹം ജപിക്കാതിരിക്കുമ്പോൾ പോലും ഉള്ളിൽ ആ ജപം തുടരുകയാണ്. അജപ, മനസ്സ് ജപിക്കുകയാണ്, മാനസികമായിട്ട് ജപിക്കുകയാണ്. അതുപോലെ നിങ്ങളുടെ ഉള്ളിലും ഈ മന്ത്രം അജപ രൂപത്തിൽ സദാ തുടരുകയാണെങ്കിൽ, മരണസമയത്ത് ആ ഭാവം നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പുനർജന്മം ഉണ്ടാവുകയില്ല, ഉറപ്പാണ്. ഇതാണ് മരിക്കാതിരിക്കാനുള്ള വിദ്യ. മരിക്കാതിരിക്കണമെങ്കിൽ ജനിക്കാതിരിക്കണം. എന്തുകൊണ്ടാണ് ജനിക്കാതിരിക്കുന്നത്? തന്നിലെ സ്വരൂപം, ആ സാക്ഷി സ്വരൂപം മരണമില്ലാത്ത വസ്തുവാണ്. അതുമായിട്ടാണ് യോജിച്ചത്. അതുകൊണ്ടാണ് മരണമില്ലാത്തത്, അതുകൊണ്ടാണ് ജനനവുമില്ലാത്തത്. ആർക്കും ആ നിലയെ നേടാവുന്നതാണ്. ആ നില നിങ്ങൾക്ക് ഏവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ സത്സംഗം അവസാനിപ്പിക്കുന്നു. നാളെ നമുക്ക് അടുത്ത ഞായറാഴ്ച സംശയം തീർക്കാം, രാമയാണോ രാമതീർത്ഥനാണോ എന്നുള്ളത്. ഓ